എന്ന് പറയുന്ന ഒരു ചിത്രത്തിൻ്റെ പ്രസ് മീറ്റാണ്. ഇതിൻ്റെ സിനിമയെക്കുറിച്ച്, ഇതിൻ്റെ കഥയെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അത്രയും കാര്യങ്ങൾ അതിൽ അടക്കിയിട്ടുണ്ട്. അതൊക്കെ സസ്പെൻസാണ്. മറ്റൊന്ന്, നമ്മളുടെ ഹീറോ അറിയാലോ, ആസിഫ് സുഖമില്ലാതിരിക്കാൻ, അതുകൊണ്ട് ആസിഫ് ഇല്ല. അങ്ങനെ 1-2 പേരൊന്നും ഇപ്പം നമ്മുടെ കൂടെ ഇല്ല, ഇവിടെ പ്രസൻ്റ് ആകാൻ പറ്റിയിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട്. എന്നാലും നമുക്ക് ഇതിൽ മറ്റുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എൻ്റെ ക്യാരക്ടർ ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. ഇതാണ് ഒറിജിനൽ പ്രൊഡ്യൂസർ. ഞാനിതിലൊരു ക്യാരക്ടർ പ്രൊഡ്യൂസറാണ്. ആ ക്യാരക്ടർ പ്രൊഡ്യൂസറിൽ വളരെ പ്രത്യേകത ഉണ്ട്. ഈ കഥ പറയാൻ നേരത്ത് കഥ പറയാനും പറ്റില്ല. പിന്നെ പറയാനുള്ളത് ഇരിക്കുന്നവർക്കാണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഷൈജു കുറിപ്പിലേക്ക് മൈക്ക് കൊടുക്കാം. അതായിരിക്കും അതിൻ്റെ ഉചിതം. എല്ലാവർക്കും നമസ്കാരം. രഞ്ജിത്ത് സിനിമ, ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ടൈറ്റിൽ എന്തുകൊണ്ട് റിവീൽ ചെയ്തില്ല പോസ്റ്ററിൽ നിന്ന്. പക്ഷേ രഞ്ജിത്ത് സിനിമ എന്നുള്ളതാണ് നമ്മുടെ ടൈറ്റിൽ. ഇപ്പോഴും നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇടുമ്പോഴത്തേക്കും പോസ്റ്റർ കൊള്ളാം, അല്ലെങ്കിൽ ടീസർ കൊള്ളാം, ട്രെയിലർ കൊള്ളാം, ഇതിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് പറയാമെന്ന് ചോദിച്ചിരിക്കുന്ന മെസ്സേജ്. രഞ്ജിത്ത് സിനിമ ഇത് ചെറിയ രീതിയിൽ സിനിമയുടെ ഉള്ളില് അപ്പോ പിന്നെ നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന ആസിഫ് അലിയുടെ കഥാപാത്രം രഞ്ജിത്ത് എന്നാണ് ഈ സിനിമയില്. അപ്പൊ അങ്ങനെയാണ് ഈ ടൈറ്റില് ഉണ്ടായത്. വേറെ ഇതൊരു സംവിധായകൻ നിശാന്ത് സാറ്റു പറഞ്ഞ പ്രകാരം ഇതൊരു റൊമാൻറ്റിക് സൈക്കോളജിക്കൽ ത്രില്ലറാണ്. അതുകൂടാണ്ട് ഇന്നലെ ആൻസൺ വേറെ ഒരു ജോൺറും കൂടെ, നമ്മുടെ സന്ദീപ് ഇല്ലേ സിനിമ പ്രാന്തലില്, അദ്ദേഹം ഒരു ജോൺർ പറഞ്ഞത് റിയലിസ്റ്റിക് ഫിക്ഷൻ അല്ലേ, റിയലിസ്റ്റിക് ഫിക്ഷൻ. അപ്പൊ അങ്ങനെ ഒരു ജോണറും കൂടെ ഉണ്ട്. ഇനി എന്തായാലും മറ്റന്നാൾ വന്നു കഴിയുമ്പോഴത്തേക്കും, ഞാനും സിനിമ മൊത്തത്തിൽ കണ്ടിട്ടില്ല, എന്റെ പോർഷൻസ് മാത്രം ഞാൻ ഡബ് ചെയ്യണ സമയത്താണ് കണ്ടത്. വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും മറ്റന്നാൾ സിനിമ കണ്ടിട്ട് നിങ്ങളും കമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട ചേരുവകളെല്ലാം ഉള്ളൊരു സിനിമയാണ്. നിശാന്ത് സാറ്റു അദ്ദേഹം ഒരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. പല പ്രഗത്ഭരായിട്ടും അദ്ദേഹം ടീം അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യം, അദ്ദേഹം ഇവിടെ ഇല്ലാത്തത് ആക്ച്വലി നന്നായി. അദ്ദേഹത്തിനെ പറ്റി കുറച്ച് പൊഴുത്തി പറയാം, ഇരുത്തിക്കൊണ്ട് പൊഴുത്തി പറയുന്നതിലൊരു ചെറിയ പ്രശ്നമാണ്. അപ്പം അദ്ദേഹം ഒരു ഗംഭീര നടൻ കൂടെയാണ്. ഉർമിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഉർമിയുടെ പ്രൊമോഷൻ സമയത്ത് പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതില് 2 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ പേരാണ് പൃഥ്വിരാജ് എടുത്ത് എന്ന് പറഞ്ഞത്. ഒന്ന് നിശാന്ത് സാറ്റു, ഒന്ന് സൗബിൻ ഷാരു ആയിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായ 2 അഭിനയിക്കാൻ കഴിവുള്ള 2 പേരെ പറ്റിയാണ് എടുത്തു പറഞ്ഞത്. അത് യൂട്യൂബിൽ കിടപ്പുണ്ട് വീഡിയോ. അപ്പൊ ഞാൻ ഈ സിനിമകൾ കണ്ടിട്ട് അല്ല എന്നെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ ഇടി എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമയാണ് സമയത്ത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിശാന്ത് സാറ്റോടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമുക്കൊരു ലിമിറ്റഡ് കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കോപം കാണിക്കണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കോപം, ഈ കഥാപാത്രം കാണിക്കണമെന്നുള്ളതിനോട് കാണിക്കും. പക്ഷെ അതിനകത്ത് ചെറിയ ന്യൂആൻസസ് എക്സ്ട്രാ വന്നാൽ അത് കുറച്ചുകൂടെ ആ ക്യാരക്ടറിനെ കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ചില ന്യൂആൻസസ് സാറ്റു എനിക്ക് പറഞ്ഞു. ഇൻഫാക്ട് ഞാൻ 1-2 സിനിമകളിൽ ഞാൻ 1-2 ക്യാരക്ടേഴ്സ് വന്നപ്പോഴത്തേക്കും ഞാൻ സാറ്റുവിന്റെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അയാൾ അത്രയൊരു ഗംഭീര നടനാണ്. അദ്ദേഹത്തിന് നിങ്ങൾ നേരിട്ട് എത്ര പേര് കണ്ടോണെന്ന് അറിയില്ല. ഒരു ഭയങ്കര മാച്ചോ ഒരു ലുക്കുള്ള ഒരാളാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടത്തില് എനിക്കൊരു അവസരം കിട്ടിയതൊരു ഭാഗ്യം വേണ്ടി ഞാൻ കരുതുന്നു. എന്തായാലും ഇനിയിപ്പോൾ ബാക്കിയുള്ളത് സംസാരിക്കട്ടെ. രഞ്ജിത്ത് സിനിമയെ പറ്റി ഇനിയിപ്പോൾ ചേർന്ന് സംസാരിക്കും. കുറിച്ച് പറയുന്നതാണ്.
കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഈ സിനിമ. അപ്പോൾ സ്വപ്നം മാത്രം മനസ്സിൽ പോരാ, അതനുസരിച്ചുള്ള ഹാർഡ് വർക്ക് വേണം. ഒരു സിനിമ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു നല്ല ധാരണ തന്നെ ഉണ്ടാവണം. പ്രേക്ഷകരെ 100% തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം അത്രയും ഹോംവർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം. അതുപോലെ നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും പ്രേക്ഷകരെ കാണുന്നൊരു രീതി, അവരെങ്ങനെ അത് ഉൾക്കൊള്ളുന്നത് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാം ഒരു ഭാഗ്യം വലിയ ഈശ്വരൻ്റെ കയ്യിലാണ്. അപ്പോൾ എല്ലാം നന്നായി വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്കതിനകത്തൊരു കുറേ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നിഷാദിനെ കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട്. കാരണം ചട്ടമ്പിനാട് എന്നുള്ള സിനിമ മമ്മൂക്കയുടെ സിനിമയിൽ ഒരാളായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ ക്യാരക്ടർ ചെയ്യുന്നത്. എൻ്റെ പേരൊന്നും അറിയില്ല, ബോസാണ് വിളിക്കണത്. ഒരു ചാനലിൻ്റെ മെയിൻ ഹെഡായിട്ടുള്ള ക്യാരക്ടറാണ്. നല്ല സന്തോഷം. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ വെച്ച് കാണാൻ ഇടയായിട്ട്. നമ്മൾ ഈ സിനിമ ഇപ്പം ഇവിടെ ക്ഷമിച്ചെന്നാണെങ്കിലും സജ്ജനാണെങ്കിലും നവസിക്കാണെങ്കിലും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വളരെ രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ കഥയെക്കുറിച്ച് ബാധിക്കുന്ന കാര്യം നമുക്ക് അതിനെ പറ്റിയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ സിനിമയുടെ സുധാകരൻ പറഞ്ഞിട്ടാണ് എനിക്ക് ഇതിൻ്റെ സംവിധായകനായ സാറ്റുവിനെ പരിചയപ്പെടുത്തി. വളരെ ചെയ്യാൻ പറ്റിയത് ഒരുപാട് പഠിക്കാൻ പറ്റി. പ്രൊഡ്യൂസർ സാറിന് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കേണ്ടി വന്നു. ബിക്കോസ് ചെന്നൈയിലായിരുന്നു. അപ്പം പോരൂരിൽ നിന്ന് ഡയറക്ടർ തൃച്ചിയിൽ നിന്നാണ് ഇവിടെ എത്തിയത്. സോ നമ്മുടെ ഡയറക്ടർ സർവിഷാൻ സാറ് ചെന്നൈയിലാണ്. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എത്താൻ പറ്റാത്തത്. എനിവേ ഇവിടെ ഇപ്പം രഞ്ജിത്തിന് വേണ്ടി പ്രസ് മീറ്റിലൂടെ എത്താൻ പറ്റി. താങ്ക്സ് ടു ഗോഡ്. സോ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നിഷാന്ത് സാറും അദ്ദേഹത്തിൻ്റെ എല്ലാ എഫേർട്ടും ഇട്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചിത്രമാണിത്. അതേപോലെ നമ്മുടെ പ്രൊഡ്യൂസർ സാർ ഒരു 2-3 വർഷത്തെ എഫേർട്ടാണ് എല്ലാവരുടെയും. ഈ ചിത്രം ഒരു മിക്സ്ഡ് ജോണറാണ്. നിഷാന്തേട്ടൻ ആദ്യം ഫോണിലൂടെ കഥ പറയുമ്പോൾ ആദ്യം ഓർക്കുമ്പോൾ ഇതൊരു റൊമാൻസ് ആയിരിക്കാം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓർക്കുമ്പോൾ ഒരു ത്രില്ലറാണ്, പിന്നെ നമുക്കൊരു സൈക്കോ എലമെന്റ് വരുന്നുണ്ട്. സോ എല്ലാം കൂടെ എല്ലാ ജോണറും കൂടെ കലർത്തിയിട്ട് ഇറ്റ് ഇസ് വോവൺ ടുഗദർ ഇൻ എ വെരി ബ്യൂട്ടിഫുൾ വേ. സോ കഥ മൊത്തം കേട്ട് കഴിഞ്ഞപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. ലൈക്ക് നല്ല എന്റർടൈൻമെന്റ് തോന്നി. സ്ക്രിപ്റ്റ് മൊത്തം ഞാൻ വായിച്ചിരുന്നു. സോ അന്നേരം ഹി ആസ്ക്ഡ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ആസ് ആൻ ഓഡിയൻ, അല്ലെങ്കിൽ ആക്ട്രസ് എന്നാണെന്ന് എനിക്കല്ല, ആസ് ആൻ ഓഡിയൻ ഇത് കാണുമ്പോൾ എന്ത് തോന്നും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഐ ടോൾഡ് ഇറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗുഡ് എന്റർടൈനർ. എല്ലാവർക്കും ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ തിയേറ്ററിൽ പോയിട്ട് കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ചിത്രമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. സോ ആ ഒരു വിശ്വാസം തന്നെയാണ് ഇവിടെ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റും എനിക്ക് തോന്നുന്നു. സോ 8-ാം തീയതി റിലീസ് ആകുമ്പോൾ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം, പ്രാർത്ഥന വേണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് ഇതിന്റെ ഏറ്റവും അവസാനത്തെ കക്ഷി. ഈ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇതിനോട് ജസ്റ്റ് ആഡ് ചെയ്യുന്നു നോക്കൂ. ഈ ഒരു സിനിമ കൂടുതലൊരു മൈൻഡ് ഗെയിം വെച്ച് കളിച്ച ഒരു സിനിമയാണ്. ഇവര് പറഞ്ഞ പോലെ കഥയെ കുറിച്ച് പറയാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, കാരണം എനിക്ക് ഈ കഥയെ കുറിച്ച് എനിക്ക് അറിയില്ല. സത്വമായിട്ട് ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഫൈനൽ ഔട്ട് വരുമ്പോൾ കാണാൻ പറഞ്ഞു. ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് ACP ചന്ദ്രശേഖർ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നല്ലൊരു വേഷം. എനിക്ക് തോന്നുന്നു എന്നെ ഫിക്സ് ചെയ്ത് തന്നെ 2-3 പേരുടെ ഡേറ്റിന്റെ ക്ലാഷും മറ്റേ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്തതിന്റെ ഫൈനൽ മിനിറ്റാണ് എന്നെ ഫിക്സ് ചെയ്തത്. പക്ഷെ സൈജു പറഞ്ഞൊരു പോയിന്റ് ഞാൻ സട്ടൂൾ സ്ട്രെസ് ചെയ്യുന്നു വെച്ചാൽ ഡയറക്ടറൈസ്, കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ആർട്ടിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വർഷം നിൽക്കുന്ന ഒരാളാണ്. എന്നാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതിയ ആൾക്കാരെ പഠിക്കുന്നത് എപ്പോഴും നമുക്കൊരു ഹോംവർക്കാണ്. ഈ സിനിമയിലെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇതിന്റെ സ്റ്റാർ കാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും ഇത്രയും സ്റ്റാർ എല്ലാം യങ് ആക്ടേഴ്സ് ഉള്ളൊരു സിനിമ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു
സൈക്കോ ത്രില്ലർ വേണമെങ്കിലും പറയാം. ഐ തിങ്ക് ഇറ്റ് കം ഔട്ട് വെരി വെൽ. ബാക്കി നിങ്ങളെല്ലാവരും കണ്ട് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കാം. താങ്ക് യു. എന്ന് പറഞ്ഞത് ഞാൻ ഉൾപ്പെട്ടത് എനിക്കൊരു സംശയം. ഞാൻ വളരെ സീനിയറാണ്. എങ്ങനെ അത് ശരീരം പരിചയിക്കണോ? അല്ലല്ല അല്ല, ഞാൻ വളരെ സീനിയറാണ്. എത്ര വർഷമായി സിനിമയിൽ? അല്ല അങ്ങനെ മാറിയുന്ന വർഷമല്ല ഞാൻ ചോദിക്കുന്നത്, തുടങ്ങിയത്. ഞാൻ 36 വർഷം. ഞാൻ വെറുതെ ജയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിൻ്റെ അകത്ത് നേരത്തെ ഇവിടെ പലരും പറഞ്ഞ കാര്യങ്ങളൊന്നും ചെറുതായിട്ട് വിശദീകരിക്കുകയാണ് നിശാന്തിനെ കുറിച്ചിട്ട്. നല്ല ആക്ടറാണ്. അതായത് നമുക്കൊരു സീൻ പറഞ്ഞു തരുമ്പോൾ ഒരു മോഡുലേഷൻ ഉണ്ടാവില്ല. പുള്ളി പറയുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞു തരുമ്പോൾ പറയാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളും വാക്കുകളും കൊണ്ട് പറഞ്ഞു തരുമ്പോൾ ആ സാധനം നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ചില അസോസിയേറ്റ് നമുക്ക് ഡയലോഗ് പ്രൊമറ്റ് ചെയ്ത് തരും, അവർ മോഡുലേറ്റ് ചെയ്തിട്ടാണ് പ്രൊമറ്റ് ചെയ്യുന്നത്. അതൊന്നുമില്ലാതെ തന്നെ വളരെ ഫ്രാങ്ക് ആയിട്ട് വളരെ ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ കഴിവ് കാണിക്കാൻ നമുക്ക് തോന്നുന്നു. മറ്റത് പ്രൊമറ്റ് ചെയ്യുന്ന ആൾക്കൊരു മോഡുലേഷൻ നമ്മളത് ഫോളോ ചെയ്തിട്ടുണ്ട്. അസൽ ആർട്ടിസ്റ്റാണ് നിശാന്ത്. പിന്നെ ഭയങ്കര കൂളാണ് നമുക്ക് അഭിനയിക്കാനായിട്ട് സെറ്റിൽ. അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ ഒരുപാട് നേരത്തെ അധ്വാനം പുള്ളിയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ സീനും കഥയും കാര്യങ്ങളൊക്കെ ഏകദേശം എന്നോട് പറഞ്ഞു. എനിക്കത് അധികമൊന്നുമില്ല, വളരെ ചെറിയൊരു ക്യാരക്ടർ. പക്ഷെ ഞാൻ അതിലൊരു നല്ല പാർട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു പ്രൊഡ്യൂസറായിട്ട് തന്നെ. നല്ല കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഇപ്പോഴത്തെ സബ്ജക്റ്റിന് അവകാശപ്പെടാവുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് ക്രിയേറ്റ് ചെയ്തിരുന്നത്. പറഞ്ഞിരിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. നേരത്തെ പലരും ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഒരു യൂത്തിന് ഇഷ്ടപ്പെടാൻ പറ്റിയ സിനിമയാണ്. യങ്സ്റ്റേഴ്സിന്, അതൊരു ഫാമിലി എല്ലാം ഉണ്ടായിട്ട് റൊമാൻസ്, വയലൻസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അത് ഭംഗിയായിട്ട് എടുത്ത് ചിട്ടപ്പെടുത്തി ഗംഭീര ആറാറാണ് അല്ലേ? ഗംഭീര ആറാറാണ്. നല്ല എഡിറ്റിംഗ് ആണ്. നല്ല ഗംഭീരമായിട്ട് അത് ആക്കി വെച്ചിട്ടുണ്ട്. അത് 8-ാം തീയതി നിങ്ങളെല്ലാവരും കണ്ട് ഇവിടെ ഫുൾ സപ്പോർട്ട് കിട്ടണം. അതുണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ. സിനിമകളൊക്കെ കാണുന്നത് ഭയങ്കര ചൂസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ എന്ന് പറയുന്ന ഒരു കഥാപാത്രം സെലക്ട് ചെയ്യാനുള്ള റീസൺ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സിനിമയിൽ എൻ്റർ ആവുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, സോ ഹായ് സുരേഷ്. ഞാൻ ചൂസ് ചെയ്തതല്ല, എനിക്ക് അത്ര സിനിമകൾ ഓഫേഴ്സ് വരുന്നില്ലായിരുന്നു. വരുന്നതിൽ ചിലത് ഞാൻ കുറച്ചും കൂടെ ഒരു ക്ലീഷ അല്ലാതെ മേ ബി കുറച്ചും കൂടെ വ്യത്യസ്തത ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ കൂടുതൽ ഓഫേഴ്സ് അങ്ങനെ വരുന്നില്ലായിരുന്നു. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണ്, നിശാന്തേട്ടനെ എനിക്ക് രക്ഷാധികാരി സിനിമ മുതൽ അറിയാം. അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. സോ അന്നേരം അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. ലൈക്ക് ഇപ്പൊ ഞങ്ങളുടെ സെറ്റിലാണെങ്കിലും അദ്ദേഹം നമ്മുടെ പൂജയുടെ സമയത്ത് നല്ല ഭയങ്കര ഫെയർ കോംപ്ലക്ഷനാണ്. സിനിമ തീരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. കോംപ്ലക്ഷനൊക്കെ ഒരു 5-6 ഗ്രേഡ് ഒക്കെ താഴോട്ട് പോയി. കാര്യം ഫുൾ വെയിലത്തായിരുന്നു. ഞങ്ങളൊക്കെ റെസ്റ്റ് എടുക്കുമ്പോൾ അദ്ദേഹം ഫുൾ ടൈം വെയിലത്ത് നിന്ന് നോക്കിയാണ്. സോ അത്ര ഹാർഡ് വർക്ക് ചെയ്തൊരു മനുഷ്യനാണ്. സോ അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് അറിയാം. അപ്പൊ എന്നെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമയിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കുമല്ലോ. അദ്ദേഹം ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ചിത്രത്തിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ കഥ കേട്ടു. കഥ കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ അതിൽ ആ കഥാപാത്രം എന്താണെന്ന് അത് കൂടുതൽ വിശദീകരിച്ച് ചോദിക്കുന്നതിലുപരി വാട്ട് ഐ വാസ് ഹാപ്പി വാസ് ബിക്കോസ് ഹി കോൾഡ് മീ. സോ ദാറ്റ് ഈസ് മൈ പ്രയോറിറ്റി ദർ. പിന്നീട് കഥ കേട്ടു. ലൈക്ക് ഐ സെഡ്, വളരെ എന്റർടൈനിങ് ആയിട്ട് തോന്നി, എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഐ ഡെഫിനറ്റ്ലി നെവർ സെഡ് എ നോ ടു ഹിം. ഡയറക്ട്ലി യെസ് തന്നെയാണ് പറഞ്ഞത്. ഐ വോണ്ട് ടു ഡു ദിസ് പാർട്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. ആൻഡ് ഈ സിനിമയിൽ ഐ പാഡ് വിത്ത് ആൻസർ. സോ ആൻസിനൊപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ മോഡലിംഗ് ഡേയ്സിൽ ഫസ്റ്റ് മോഡലിംഗിൽ ഫസ്റ്റ് എന്നെ പോസ് ചെയ്യാൻ പഠിപ്പിച്ച ഇദ്ദേഹമാണ്. ഇങ്ങനെ പോസ് ചെയ്യുക ഇങ്ങനെ പറഞ്ഞത് ഇദ്ദേഹമാണ്. സോ അഗെയിൻ ചിത്രത്തിൽ ഇദ്ദേഹത്തിനൊപ്പം നോക്കിയും ഞാൻ ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് ഇറ്റ് ബിക്കോസ് ഞങ്ങൾക്ക് പരിചയമുള്ളത് കൊണ്ട്. സോ എല്ലാം കൊണ്ടും ഐ വാസ് ഹാപ്പി വർക്കിംഗ് വിത്ത് ടീം. ആൻഡ് സഹിച്ചേട്ടനെ ഓൾസോ തീർപ്പിൽ പരിചയമുണ്ട്. സോ ഹാപ്പി. ദ ഹോൾ ക്രൂ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഐ വാസ് വെരി ഹാപ്പി വർക്കിംഗ് വിത്ത് ആസിഫ് ഇക്ക, നമിത ജുവൽ. അതൊരു വിഷയമായിട്ട് സംഭവമല്ലത്. കാരണം അത് യോഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ചെറിയ വിഷയമായിരുന്നു. അതന്ന് തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു ന്യൂസായിട്ട് വന്നു. അത് നമ്മുടെ സിനിമയുടെ പേരിൽ മാത്രമേ വന്നുള്ളൂ. പ്രത്യേകിച്ച് ഉണ്ട് മാറി ഉണ്ട്. അത് വളരെ ബുദ്ധിമുട്ടൊന്നും ഫീലാക്കിയിട്ട് ഒരു ദിവസം ഒരു വിലക്കെന്ന് പറഞ്ഞൊരു ന്യൂസ് സ്പ്രെഡായി. അത് നമ്മൾ ഇങ്ങനെ അന്വേഷണം യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലായി. അതാണ് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
ചോദിക്കാം. നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി ഫൈനലായിട്ടില്ല. നെറ്റ്ഫ്ലിക്സ് ആയിട്ട് സംസാരിക്കുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമ പർച്ചേസ് ചെയ്യുന്നത്. അതിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ചിത്രങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ ഏറ്റെടുത്ത്. അപ്പൊ ഈ സിനിമ എങ്ങനെയാണ് പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതെന്ന് പറയുന്നത്? നമ്മള് ഈ ചോദ്യത്തിന് ആരോട് ചോദിച്ചാലും നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. പക്ഷെ ഇപ്പം ഈ വിജയ ചിത്രങ്ങൾ അല്ലെങ്കിൽ എല്ലാ സിനിമകളും വിജയിക്കുന്നൊന്നുമില്ല. നിങ്ങളൊക്കെ വിജയിക്കുന്ന ചിത്രങ്ങൾ, ഇപ്പൊ വിജയിക്കാത്ത ചിത്രങ്ങൾ പോലും നമ്മൾ ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് വിജയിക്കുമെന്ന് പറഞ്ഞാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് പറഞ്ഞ പോലെ ഇപ്പം മറ്റന്നറിയാം. ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി കമന്റ് ചെയ്ത കാര്യമില്ല. എന്തായാലും നമ്മള് എല്ലാരും നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു നല്ല സിനിമയാകാൻ എല്ലാ സാധ്യതയുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അതിന് സ്ക്രിപ്റ്റിനെക്കാളും മേളിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പൊ ഇത് ഉറപ്പായിട്ടും നന്നാവണം, ഇത് വിജയിക്കണം. എന്തായാലും മറ്റന്നറിയാം ഇതിന്റെ റിസൾട്ട്. ശരി, രഞ്ജിത്ത് സിനിമ എന്ന പേരിടാനുള്ളൊരു കാരണം? മൂന്ന് ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞാൻ ആദ്യം ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. പറഞ്ഞേക്കാം അല്ലേ? ആസിഫ് അലിയാണ് ഇതിനകത്ത് പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് രഞ്ജിത്ത്. അദ്ദേഹം ഒരു ആസ്പയറിംഗ് ഫിലിം മേക്കറാണ് ഈ സിനിമയില്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഭാഗം ഈ സിനിമയുടെ ഉള്ളിലെ സിനിമയായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കിയപ്പോഴത്തേക്കും സംവിധായകൻ നിശാന്ത് സാറ്റിന് തോന്നിയത് രഞ്ജിത്ത് സിനിമ രഞ്ജിത്ത് സിനിമ എന്നുള്ളത് ഒരു വളരെ പഞ്ചുള്ള ഒരു ലൈനാണല്ലോ. ഇപ്പം ഫിലിം ദുബായ് പ്രിയദർശൻ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ക്യാരക്ടറിന്റെ പേര് ആദർശമായിട്ട് രഞ്ജിത്ത് ആയപ്പോഴത്തേക്കും പിന്നെ ടൈറ്റിൽ പിന്നെ അങ്ങനെയാണ് അതെല്ലാം സ്മോൾ ലെറ്റേഴ്സ് രഞ്ജിത്ത് സിനിമ എന്ന് എഴുതി കാണിക്കുന്നത്. ചേട്ടാ, അപ്പൊ രഞ്ജിത്തിന്റെ പടമാണോ ആൾക്കാർക്ക് സംശയം ഉണ്ടാവില്ലേ? അതെനിക്കും ഇപ്പോഴും സംശയം തീർന്നിട്ടില്ല. അങ്ങനെ ഒരു സംശയം ഉണ്ടാവേണ്ടതാണ്. ഞാനത് സാറ്റിന്റെ ഒക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹം പറയണത് അങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ഇത് ടൈറ്റിലാണല്ലോ. മറ്റേത് അദ്ദേഹത്തിന്റെ സിനിമയാണല്ലോ, ഇത് ഇദ്ദേഹത്തിന്റെ സിനിമയാണല്ലോ. ഇത് ടൈറ്റിൽ മാത്രമല്ലേ ഉള്ളൂ. ഇതില് ആൻസൺ ബോൾട്ട് ശബ്ദം ഡെബ് വേറെ ആളെ ചെയ്തു. കറക്റ്റ് അല്ലേ? അതെ അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്? എന്റെ അറിവ് വെച്ച് ഈ സിനിമയ്ക്ക് ബിസിനസ് പരിപാടികളൊക്കെ കുറച്ച് നേരത്തെ തീർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ വേറൊരാളെ വെച്ച് ഡബിപ്പിക്കല വന്നു. എന്താണ് ഡയറക്ടറും പ്രൊഡക്ഷനും എല്ലാം സംസാരിച്ചത്. 2 വർഷക്കാലം എടുത്തിട്ടാണ് നമ്മൾ സിനിമ ചെയ്തിരിക്കുന്നത്. അതിന്റെ നടുക്കിൽ നമ്മളെല്ലാവരും ഇതിന്റെ ആർട്ടിസ്റ്റ് എല്ലാവരും ഓരോരോ സിനിമകളായിട്ട് ബിസിയായിരുന്നു. ഞാനും ബിസിയായിരുന്നു. അപ്പൊ അതിന്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്. ചെയ്തത് സന്തോഷമുണ്ടോ മനസ്സിൽ? അത് വേറെ ആൾ ചെയ്തുകൊണ്ട് ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ല. എന്റെ ശരീരം, എന്റെ ശബ്ദം, അതെന്റെ അവകാശമല്ലേ അല്ലേ? പുള്ളിക്കൊട്ടും വരാൻ പറ്റാത്ത സമയത്തായിരുന്നു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് ഡബിങ് നടന്നത്. അതിനകത്ത് സിനിമയിൽ പറഞ്ഞ പോലെ ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് ഔട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് 45 ദിവസം ഉണ്ട് ചെന്നൈ ബോംബെ അങ്ങനെയാണ്. ഒട്ടും വരാൻ പറ്റണ്ടായി. നമുക്ക് വേറെ വഴി നമ്മൾ പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെയാണ് എല്ലാ സിനിമയ്ക്കും ഡബ് ചെയ്തിട്ടുള്ളത്. ആൻസൺ തന്നെയുള്ള എല്ലാ സിനിമയ്ക്കും ഡബ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ അങ്ങനെ സാഹചര്യം കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ആൻസന്റെ കുറവുകൊണ്ടല്ല, അത് നമ്മുടെ ടൈമിങ്ങിന്റെ പ്രശ്നം കൊണ്ട് നമുക്കത് ചെയ്യേണ്ടി വന്നു. ആൻസന്റെ സമ്മതപ്രകാരം ചോദിച്ചിട്ട് എല്ലാവരും ചെയ്തിട്ടുള്ളത്. എന്തായാലും പുള്ളിയുടെ തന്നെ താണ്ടി വേറെ പടം ഇറങ്ങുന്നുണ്ട്. അതിന് ആൻസൺ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും ഓക്കെ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങുവാണെങ്കിൽ മാറ്റിട്ട് പോയി
അവരെ പറയുകയാണെങ്കിൽ ഞാൻ ഡബ് ചെയ്യും. ഞാൻ ഓക്കെയാണ്. അല്ല വേറെ ചോദിക്കട്ടെ, ഇനി എന്നെ കൊണ്ട് ഡബ് ചെയ്തിട്ട് കേസ് കൊടുക്കും. അതല്ലെങ്കിൽ പിന്നെ ആ ശബ്ദം നല്ലതാണെങ്കിൽ അവര് കോളടിക്കുമോ ഡബ് ചെയ്തതിൽ? ഒന്നുമില്ലെങ്കിലും ചില സാഹചര്യങ്ങളിലൊക്കെ എനിക്കൊക്കെ പണ്ട് ഡബ് ചെയ്ത മുട്ടശങ്കർ തന്നെ ബന്ധത്തിലൊരാളുണ്ടായിരുന്നു. അപ്പൊ എന്റെ ശബ്ദമായിട്ട് ഭയങ്കര സാധ്യത ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന സമയത്ത് അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ഡബ് ചെയ്യണം വലിയ ആഗ്രഹം. പക്ഷെ ഞാൻ ഡബ് ചെയ്തതിന് പിന്നെ അയാൾ എന്നെ കണ്ടില്ല ചെയ്താലും കണ്ടുപോലെയാണ്. കാരണം ഞാൻ അഭിനയിക്കുന്നത് അന്ന് ഭയങ്കര സ്പീഡിലാണ്. മിമിക്രിയുടെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഇയാളത് ഡബ് ചെയ്യാൻ പറ്റാതെ മലയാളിയാണെങ്കിൽ തമിഴ്നാട്ടിൽ കുറേ കാലം ഇപ്പോഴും അഭിനയിക്കുന്നൊക്കെ ഉണ്ടോ. അപ്പൊ അയാൾ എന്നെ കാണുമ്പോൾ പറയും, ഇപ്പൊ നിങ്ങളുടെ എനിക്ക് അത് ഡബ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, വലിയ സീൻസൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളി ചെയ്യാൻ പറ്റും. ചില സംഭവങ്ങള് നമുക്ക് ആപ്റ്റായിട്ടുള്ള ചില ശബ്ദങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് പലരുടെ. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. പണ്ട് പല വോയിസും അതിന് ചില ഡയറക്ടർമാരെ അവകാശപ്പെടും, അതിനിങ്ങനെ ഒരു വോയിസ് ആയിരിക്കും നല്ലത്, അതുകൊണ്ട് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ ഡയറക്ടർ പറയുമ്പോൾ ചില നടന്മാരെന്നെ സമ്മതിച്ചിട്ടുണ്ട് അതായിരിക്കും നല്ലത്. അങ്ങനെ അദ്ദേഹമല്ല, ഇത് അദ്ദേഹത്തിന് വരാൻ പറ്റാഞ്ഞത് പറ്റിയതാണ്. ആദ്യത്തെ സിനിമ ഡെബ്യൂട്ട് സിനിമയാണല്ലോ ഇത്. ശരിക്കും എങ്ങനെ ആസിഫ് അലിയുടെ അടുത്തെത്തുന്നത് തന്നെ? പുള്ളിക്കാരനെ വിളിച്ചാൽ കിട്ടില്ല, കഥ പറയാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതായത് ന്യൂ കമേഴ്സ്, പുതിയ ഡയറക്ടേഴ്സിന് ഇപ്പോൾ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ആസിഫ് അലിയോട് എത്തിയിട്ടില്ല, എങ്ങനെ ആസിഫ് അലിയിൽ ഈ സിനിമ എത്തുന്നത്? ആസിഫ് അലിയെ കുറിച്ച് പറയാം. സിനിമ എത്തുന്നത് ഡയറക്ടർ വിശാൽ സാറ്റ് വന്നിട്ട് കഥ പറയുമ്പോൾ ആസിഫ് അലിയുടെ ഡേറ്റ് വിശാലിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു നിമിഷം വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ചു. എൻ്റെ അടുത്ത് 2 മണിക്കൂറോളം സമയമെടുത്തിട്ടാണ് കഥ പറഞ്ഞത്. കഥ കേട്ടാൽ ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് കഥ ഇഷ്ടപ്പെട്ടു. ഒരുപാട് പുതുമയുള്ളൊരു സബ്ജക്റ്റാണ്. നമുക്ക് ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ കമ്മിറ്റ് ആവുന്നത്. പിന്നെ ഡിസംബറിൽ ഷൂട്ട് തുടങ്ങി. പിന്നെ എന്താ പറയുക, പടം ബ്രേക്കാവും മെയിനായിട്ടുള്ള കാരണം ആസിഫിന് ഒരു കോവിഡ് വന്നു. പടം ഷൂട്ട് തുടങ്ങി 29 ദിവസം. അങ്ങനെയാണ് ഫസ്റ്റ് ബ്രേക്ക് വന്നത്. പിന്നെ ആർട്ടിസ്റ്റുമായിട്ട് പടമായതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് റെഡി ആകുമ്പോൾ അടുത്ത ആർട്ടിസ്റ്റ് ഫ്രീ ആവില്ല, പിന്നെ കണ്ടിന്യൂറ്റി പ്രോബ്ലം, അങ്ങനെ കുറച്ച് ഗ്യാപ്പ് പോകുന്നതുകൊണ്ടാണ് പടം കുറച്ച് നീണ്ടുപോയത്. പക്ഷെ അതിൻ്റെ ഒന്നും ഫ്രഷ്നെസ് കുറവോ ഒന്നും ഈ പടത്തിൽ ഉണ്ടാവില്ല. പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഫ്രഷായ, വളരെ കാലത്ത് പറയാൻ പറ്റിയൊരു നല്ല സബ്ജക്റ്റ് തന്നെയാണ് നമ്മുടെ സിനിമ പറയുന്നത്. അതെല്ലാവരും സിനിമ കണ്ടിട്ട് അത് നിങ്ങൾ തീരുമാനിക്കാം. ഞങ്ങളോട് എത്ര കൂടുതലും കാര്യമില്ല, പ്രത്യേകിച്ച് റെസ്റ്റോറൻ്റ് നന്നായ തുടർന്ന് നല്ല സിനിമ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ പടത്തിൻ്റെ എക്സ്പോർട്ട് പ്രൊഡ്യൂസറാണ് നമുക്ക് താരം. കൊടുക്കേണ്ടതുണ്ട്. ഡബിങ് മാറി ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നു. സിനിമ OTTയുടെ അവരുടെ നിയന്ത്രണത്തിലേക്ക് ആയിപ്പോയി ഒരിക്കലുമില്ല. അത് ഇപ്പോ സിനിമ ബിസിനസ് വളരെ ജോളിയായിട്ട് നടക്കുന്നുള്ളൂ. പടം പറഞ്ഞു ഇപ്പൊ റിലീസ് ചെയ്ത് തന്നെ പല പടങ്ങളും ബിസിനസ് ആയിരിക്കുക. കാരണം അത് ഒരു വർഷം ഇത്ര പടങ്ങൾ പർച്ചേസ് ചെയ്യുന്നൊരു മാനദണ്ഡമൊക്കെ അവർക്കുണ്ട്. ഇപ്പോൾ ഈ പടം ഒരു പടം OTT എടുക്കുമ്പോൾ സാറ്റലൈറ്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരെയുണ്ട്. കാരണം അവരുടെ എഗ്രിമെന്റ് അങ്ങനത്തെ എഗ്രിമെന്റാണ് OTT നമുക്ക് തരുന്നത്. അപ്പൊ നമുക്കൊരു ബിസിനസ് മുമ്പിലുണ്ട്. അപ്പൊ ഈ വർഷം ഈ പടം വിറ്റില്ലെങ്കിൽ അടുത്ത വർഷം പടം വിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരു ഏത് പ്ലാറ്റ്ഫോമിൽ വിൽക്കാന്ന് പോലും അറിയില്ല. അപ്പൊ സ്ലോട്ട് ഞങ്ങൾക്ക് ഈ വർഷം കിട്ടിയത് കൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ അടുത്ത വർഷമാണെങ്കിൽ അവർ ഈ പടം എടുക്കില്ല. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു വർഷം ആയതുകൊണ്ട് മാത്രമാണ് അത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ നമ്മുടെ മുന്നിൽ വന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ പടം കച്ചവടമായില്ലെങ്കിൽ നമ്മൾ വൻ റിസ്ക് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും. അത്യാവശ്യം കുറച്ച് ബഡ്ജറ്റ് വന്ന പടമാണ്. അതുകൊണ്ട് നമ്മുടെ സാഹചര്യം വന്നപ്പോൾ അത് ചെയ്യുന്നത്. ഈ സിനിമയിൽ എൻ്റെ ശബ്ദം പണയം വെച്ചിട്ടാണ് സിനിമ എടുത്തേക്കുന്നത്. എല്ലാവരും വിജയിപ്പിച്ചിട്ടില്ല, പ്ലീസ്. വലിയ വിഷമം ഉണ്ടെന്ന് തോന്നുന്നു ശബ്ദം വരാതെ, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവരുത്. എനിക്ക് എൻ്റെ ശബ്ദം മാത്രം ഇഷ്ടമല്ല. ഞാൻ ആദ്യം സിനിമ കാണട്ടെ, എന്താ ശബ്ദം എങ്ങനെയുണ്ടോ ഞാൻ കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ചേട്ടാ, ഇതില് ഷൂട്ടിന്റെ സമയത്ത് ആസിഫ് അലിക്കെതിരെ പ്രൊഡ്യൂസർ ഒരു പരാതി കൊടുത്തു എന്നുള്ള ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും സത്യമാണോ? ആസിഫിനെതിരെയല്ല, നമുക്ക് പടം ബ്രേക്കായിട്ട് ചില സമയത്ത് ഷൂട്ട് തുടങ്ങാൻ പറ്റണമായിപ്പോ. കാരണം പുള്ളി വേറെ പടങ്ങൾ ആസിഫ് വേറെ ഒരുപാട് പടങ്ങൾ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പടമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാണ്ടായിപ്പോ നമ്മൾ അസോസിയേഷൻ മുഖേന ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കില്ല. നമുക്കൊരു അസോസിയേഷൻ ഉണ്ട്, അവർക്കൊരു അസോസിയേഷൻ ഉണ്ട്. അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു.
കാരണം നമുക്ക് പടം ആസിഫിന്റെ കഴിയുമ്പോൾ സൈജുവിന്റെ പ്രശ്നം, സൈജുബായിയുടെ പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡേറ്റിന്റെ വിഷയം എല്ലാവർക്കും നല്ല തിരക്കുള്ള നടന്മാരാണ് ഇവരൊക്കെ. അപ്പോൾ അസോസിയേഷൻ മുഖേന ബന്ധപ്പെട്ട് അവർ അതിനൊരു ക്ലാരിറ്റി നമുക്ക് ചെയ്തു തന്നു. അത്രേ ഉള്ളൂ. സാധാരണ ഒരു പ്രധാനപ്പെട്ട താരമാണ് ആസിഫ്. ആസിഫ് ഒരു പോസ്റ്റ് പോലും ഇത് ഇട്ട് കണ്ടില്ലായിരുന്നു. അത് പുള്ളി പോസ്റ്റൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ പുള്ളി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് സർജറിക്ക് വന്നപ്പോൾ പുള്ളിക്ക് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3 മാസത്തേക്ക് പുള്ളിക്കുന്ന റെസ്റ്റാണ്. മൊത്തത്തിൽ പുള്ളി ഡൗൺ ആയിട്ടിരിക്കുകയാണ്. പിന്നെ കാസർഗോഡൊക്കെ പുള്ളി വിചാരിച്ച പോലെ ഒരു ഹിറ്റിലോട്ട് പടം പോയില്ല. അപ്പോൾ നടനെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളാണ് ഓരോ സിനിമ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരുപാട് പ്രതീക്ഷയാണ്. അതിൻ്റെ വിജയിക്ക് തീർച്ചയായിട്ടും ഇറങ്ങും. അതുപോലെ അവർക്കും എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ വിഷയം നിൽക്കുമ്പോൾ നമ്മൾ പുള്ളിക്ക് പെട്ടെന്ന് ഈ സർജറി വന്നു. അതിൽ 3 മാസത്തെ റെസ്റ്റാണ്, പഠനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. സിനിമ കണ്ടിട്ട് ധൈര്യമായിട്ട് നമുക്ക് എഴുതാം. അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഞാൻ ധൈര്യമായിട്ട് പറയാൻ സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കണം. ഒരിക്കലും ഇല്ല. നല്ല സിനിമ ആണെങ്കിൽ പിന്നെ നമുക്ക് റിവ്യൂ പഠിക്കേണ്ട ആവശ്യമില്ല. ശരിടാ. ഓക്കെ സെറ്റ്. അറിയപ്പെട്ടത് രണ്ടായിരത്തി 2007-2008-2009 കാലഘട്ടത്തിൽ നമ്മുടെ ഈ അതായത് ഫേസ്ബുക്കൊക്കെ വരുന്നതിന്റെ ഫോറം കേരളം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അത് കുറെ സിനിമ ആസ്പിറൻസിന്റെ ആയിരുന്നു. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ താല്പര്യമുള്ളവര്, പിന്നെ അഭിനയിക്കാൻ താല്പര്യമുള്ളവര്. അപ്പൊ അതിലൊരു ലിങ്ക് ഉണ്ടായിരുന്നു. എന്റെ ഹൈദരാബാദിലെ എൻ്റെ ഒരു മലയാളി ഫ്രണ്ട് എനിക്കത് അയച്ചു തന്നത്. ഭയങ്കര രസമായിരുന്നു. ആദ്യം ഫീൽ ചെയ്ത് പിന്നെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അത് സൈജു ഗ്രൂപ്പ് വേഴ്സസ് അരുൺ വേഴ്സസ് മണിക്കുട്ടൻ വേഴ്സസ് വിനുമോഹൻ വേഴ്സസ് അങ്ങനെ കുറെ ഞങ്ങള് ഹീറോ ആയിട്ട് വന്ന ആൾക്കാർ, നിശാൻ സാഗർ, അതായിരുന്നു അതിന്റെ ത്രെഡ്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പേരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല. എനിക്ക് ആദ്യം സുപ്രീം സ്റ്റാർ എന്നായിരുന്നു അതിനകത്ത് പേര്. കളിയാക്കലാണ്, സർക്കാസം. അതിനുശേഷം അപ്പൊ അതിനകത്ത് SFA ഉണ്ട്, സൈജു ഫാൻസ് അസോസിയേഷൻ. അപ്പൊ അതിന്റെ SFAയുടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പെൻനെയിമാണ്. ടിപ്പർ വാസു, ഓക്കെ, പിന്നെ അജിയേട്ടൻ, ശിവേട്ടൻ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പെൻനെയിംസ് ആണ്. ഇവരുടെ ഒറിജിനൽ പേരൊന്നും നമുക്കറിയില്ല. പിന്നെ ഇവരൊക്കെ പരിചയപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഏതൊരു പടം റിലീസായി. അപ്പൊ അതിനുശേഷം അവര് വേറൊരു പട്ടം എനിക്ക് തന്നു. എന്നുകൊണ്ട് സുപ്രീം സ്റ്റാർ വേറെ ഏതൊരു നടൻ കൊടുത്തിട്ട് നവരസ നായകൻ, എല്ലാ രസവും ഒരേ സമയത്ത് മുഖത്ത് പ്രകടിപ്പിക്കുന്ന, അത് വേണ്ട ഒരു രസമായിരിക്കും, പക്ഷെ നവരസം ഒരേ സമയത്ത് പ്രകടിപ്പിക്കുന്ന പറഞ്ഞു. അപ്പൊ അങ്ങനെ നവരസ നായകൻ എന്നുള്ള പേര് കിട്ടി. പിന്നെ സൈജു സാർ എന്നുള്ള പേര് കിട്ടി. ഫേസ്ബുക്കിൽ സിനിമ പാരഡൈസ് ക്ലബിലാണ് സാർ എന്നുള്ള വിളി. നമ്മുടെ പെരുമ്പാവൂരുള്ള ഒരു എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഒരു പേരായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറച്ച് പടങ്ങളിൽ ഈ പറഞ്ഞ പോലെ പ്രാരബ്ധം, സാധാരണക്കാരനായിട്ട് ഞാൻ ഇപ്പോഴാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. അപ്പം പ്രാരബ്ധം കാര്യങ്ങളൊക്കെ എന്റെ കഥാപാത്രങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ EMI സ്റ്റാർ, ഇപ്പൊ കുറെ പേരുണ്ട്. ഇത് EMI സ്റ്റാർ, കടം സ്റ്റാർ, കടക്കണി സ്റ്റാർ, ലോൺ സ്റ്റാർ, പ്രാരംഭം സ്റ്റാർ, അങ്ങനെ അത് വെച്ച് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പേരുകളും എനിക്കുണ്ട്. ഈ പടത്തിൽ അങ്ങനത്തെ പ്രശ്നമില്ല. ഈ പടം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പേര് മാറില്ല. ഇനി കുറച്ച് കോടീശ്വരനൊക്കെ ആയിട്ട് 3-4 പടങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം കോടീശ്വരൻ സ്റ്റാറിനൊക്കെ പോയിരിക്കും. അല്ല, ഈ സുപ്രീം സ്റ്റാർ എന്ന് വിളി തുടങ്ങിയില്ലായിരുന്നു. അപ്പൊ അത് സർക്കാസമാണ് മനസ്സിലായപ്പോഴത്തേക്കൊന്നും ഫീൽ ചെയ്തായിരുന്നു. അന്ന് എന്റെ പ്രായം കുറച്ച് പറഞ്ഞ പോലെ 27-28 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം
പെട്ടെന്ന് ഇത് കണ്ടപ്പോഴേ അതിന്റെ സുഹൃത്തിനെങ്കിൽ ലിങ്ക് അയച്ചത് ഇത് പെട്ടെന്ന് എല്ലാവരും കൂടെ എന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ് നമ്മൾ ഹീറോ ആയിട്ട് വന്ന സക്സസ്ഫുൾ ആകാത്ത കുറെ പേര് വെച്ച് ഇങ്ങനെ വെറുതെ കളയാക്കല, അപ്പൊ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ അതിനുശേഷം ഇത് യൂസ് ടു ആയി. അപ്പൊ ഇത് ഭയങ്കര രസമായി. പിന്നെ അന്ന് എല്ലാ ദിവസവും രാവിലെ എണീറ്റാല് അന്ന് മൊബൈലിൽ ആക്സസ് ഇല്ല, ഈ ഇതൊന്നും ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ലാപ്ടോപ്പിൽ GPS കണക്ട് ചെയ്തിട്ട് ഏറ്റവും ആദ്യം ഗൂഗിൾ ചെയ്യുന്നത് ഈ ഫോറം കേരളത്തിന്റെ ആ പേജാണ്. അപ്പൊ ഒരു 2-3 പേജ് വീണ്ടും എന്താണ് രാത്രിയൊക്കെയായിട്ട് ആൾക്കാർ കമന്റ്സ് ഒക്കെ കാണും. അപ്പൊ അത് വായിക്കാൻ ഭയങ്കര രസമായിരുന്നു. അതങ്ങനെ അങ്ങനെ പിന്നെ നമ്മള് when we are working in the media, so criticism will be there. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒന്നില്ല നമ്മൾ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ ക്രിറ്റിസിസം അവരെന്തിനാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുക. എന്തുകൊണ്ടാണ് ഇപ്പം നവരസ നായകൻ എന്നുള്ള എനിക്ക് അവര് ഒരു പട്ടം തന്നത് സർക്കാസമാണ്. അപ്പൊ അതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പട്ടം കൊടുത്തതെന്ന്. അതായത് ഒരു വികാരം കാണിക്കുന്ന സമയത്ത് 9 വികാരങ്ങൾ കാണിച്ചുകൊണ്ടാണ്. ഒരു രസം കാണിക്കുന്ന സ്ഥലത്ത് 9 രസങ്ങൾ കാണിച്ചു എക്സ്ട്രാ. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലതാണ്, പക്ഷെ അത് ഓഡിയൻസ് നല്ലതല്ല. അതാണ് പ്രശ്നം. സൈജുട ഈ പറഞ്ഞ പോലെ ഈ ഫോറം കേരള സ്നേഹസലാപം ഉള്ള പണ്ടത്തെ ഈ ഫേസ്ബുക്കിന് മുമ്പുള്ള ഫോറംസിലൊക്കെ ഈ ഇതേപോലെ ട്രോൾസ് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് പണ്ട് വന്നിട്ടുണ്ട് ഈ ഫേസ്ബുക്കിന് മുമ്പ്. അപ്പോൾ അന്ന് കുറച്ചും കൂടി ഒരു ഈ പേഴ്സണൽ ഇതിനകത്തേക്ക് അധികം അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നാണ്. ഞാൻ ആ കുറച്ചൊരു ആക്റ്റീവായിരുന്നു. അപ്പൊ ഇപ്പൊ ഫേസ്ബുക്കില് ഇപ്പോഴത്തെ ഒരു സമയത്ത് കുറച്ച് എല്ലാവരെയും കുറച്ച് പേഴ്സണൽ ഹരാസ്മെന്റിലേക്ക് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആക്ച്വലി ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫോളോവേഴ്സ് എനിക്കറിയില്ല എന്താണ് കുറഞ്ഞു വരുന്നതെന്ന്. അതായത് ഇപ്പൊ എനിക്ക് 1 ലക്ഷം പേരാണ് ഫോളോവേഴ്സ് എങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് 98,000 മാറുന്നു. ഇത് എന്താണ് പരിപാടി എന്നറിയില്ല. അപ്പം ഞാനപ്പോ അത് അന്വേഷിച്ചു. അപ്പൊ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നമ്മൾ ഈ റെഗുലറായിട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പറഞ്ഞു കേട്ടത് ടൈറ്റിൽ ഒന്നും ഈ എഴുതാത്ത ഫോട്ടോസാണ് കൂടുതൽ റീച്ച്. പിന്നെ നമ്മൾ റീൽസ് ചെയ്യണം. അപ്പം റീൽസ് ഒന്നും എന്റെ അങ്ങനെ ഏരിയ അല്ല. എനിക്ക് ഞാൻ ചെയ്തു റീൽസ് ഒക്കെ ചെയ്തത്. അപ്പൊ അത് കാരണം അതൊന്നും പക്ഷെ എന്റെ മോളിപ്പോ ചെയ്യുന്നുണ്ട്. അവള് കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടറാണല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് കുട്ടികളെ കാണും, പക്ഷെ അവളത് റെഡിയാക്കിയുള്ളൂ. അപ്പം ആ ഒരു ഏരിയ ഒന്നും. അപ്പൊ ഞാൻ എന്റെ സിനിമകൾ മാത്രം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ വച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോ എന്റെ പോസ്റ്റുകൾ എന്താ അറിയാം, ഞാൻ എന്റെ ഫാമിലി പിക്ചേഴ്സ് പോലും പോസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ. എന്റെ സിനിമ പേരെഴുതാത്ത ഫോട്ടോസ് പോലും വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്റെ ഫോളോവേഴ്സ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. എന്നാൽ മറ്റേ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണുന്നുണ്ട് 150 പീപ്പിൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ 1000 കുറയുള്ളൂ അപ്പോഴത്തേക്കും. ഇത് എന്താണ് ഇത് മായാജാലം എനിക്ക് ഇതിലായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ അപ്പം ഞാനതുകൊണ്ട് ഞാൻ കൂടുതൽ കീനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഫോറം കേരള പോലത്തെ അത് എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ നിങ്ങൾ എന്നെ തുറന്നു പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഈ സർക്കാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ തെറിവിളി അങ്ങനത്തെ ഉള്ള പരിപാടിയൊന്നുമില്ല. വളരെ മാന്യമായിട്ട് അവര് കളിയാക്കും. അതിൻ്റെ അകത്ത് ഇപ്പം നമ്മുടെ രോഹിത് VS ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ കളയുടെയൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ചിലപ്പോ ഈ പെന്നേമായതുകൊണ്ട് രോഹിത്തിന്റെ പേര് വേറെന്തോ ആയിരുന്നു. ഇപ്പൊ ഈ ടിപ്പർ വാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് ശരിക്കും സജിൻ എന്നാണ്. അപ്പൊ ഇവര് അന്ന് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവരുമായിട്ട് പരിചയപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ അതില്ലെന്ന് തോന്നുന്നല്ലേ? അതിനകത്ത് ആ ലിങ്ക് ഇല്ലേ, ഈ സൈജു ഗ്രൂപ്പ് വേഴ്സസ് ഇങ്ങനെ കുറെ നടന്മാരുടെ പേര്, അതാണ് ആദ്യമായിട്ട് 5000 പേജ് കംപ്ലീറ്റ് ആയത്. എന്നിട്ട് അതിന്റെ ഒരു കേക്ക് കട്ടിങ് സെറമണി ഒക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ച്. അതൊക്കെ ഫോട്ടോസ് ഒക്കെ അയച്ചു തരുന്നത് അവര്. പടത്തില് ചെറിയ വേഷത്തിലാണെങ്കിൽ ഞാൻ കുറച്ച് വിളിക്കാൻ വരാൻ ചാൻസ് ഇല്ല. അപ്പം ഈ പടത്തിൽ എങ്ങനെയാണ് കൂടുതൽ റോളാണോ എന്താ സ്റ്റേജിന്റെ പടത്തിന്റെ കാര്യം ഞാൻ അഭിനയിക്കാത്ത പടത്തിൽ വിളിക്കാറില്ല. ഡെയിലിയൂടെ നടക്കുന്നില്ല 10-15 വിളിച്ചിട്ട്. നമ്മളതിനകത്തൊന്നും ഇല്ലാത്തതിന്റെ പ്രശ്നമാണത്. വിളിച്ചതൊക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ ചോദിച്ചത്? ഈ പടത്തില് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിഷാന്ത് വളരെ
പ്ലാൻ ചെയ്തതിന് അദ്ദേഹം വിളിച്ചൊരു ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു നല്ല പടമാണ്, നല്ല സിനിമയിൽ ഭാഗമാകാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് വിജയിക്കുക അതൊക്കെ അടുത്ത കാര്യമാണ്. പക്ഷെ നല്ലൊരു സ്ക്രിപ്റ്റിൽ നമ്മുടെ കൂടെ എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. അതിന് ഭാഗമാകാൻ പറ്റിയെന്നുള്ളതാണ്. കുറേ അല്ലാത്ത പടങ്ങൾ അഭിനയിക്കാൻ നല്ലത്, കുറച്ച് നല്ല പടങ്ങൾ അഭിനയിക്കാനുള്ളതാണ്. സന്തോഷമുണ്ട്. അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ അവര് വിളിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല, വേറെ വല്ല പ്രോഗ്രാമിലായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഫീല് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ സ്റ്റേജായിട്ടും ചാനലായിട്ടും നമ്മുടെ പെർഫോമർ നിലയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ പോകുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് അറിയാവുന്ന കാര്യം നമ്മുടെ കഴിവുകളൊക്കെ എല്ലാ മേഖലകളിലും എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഗ്യാപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതിനകത്തൊരു സന്തോഷക്കുറവുമില്ല. നമ്മുടെ കാര്യങ്ങളിൽ ബിസിയാണ്. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാധ്യമമാണ്. സിനിമ എപ്പോഴും നിലനിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും അതുപോലുള്ള നല്ല കഥാപാത്രം കിട്ടിയാൽ ഒരു കലാകാരനെ സംബന്ധിച്ച്, കലാകാരിയെ സംബന്ധിച്ച് ലൈഫിൽ കിട്ടുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലോ സിനിമയിൽ. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.